പുലിയുടെ കണ്ണുകൾ തീപ്പന്തം പോലെയായി. മീശ വിറച്ചു. ആട്ടിൻകുട്ടിക്ക് പേടിയായി. ഓടിയാ കൊള്ളാവുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കാൽ കുഴഞ്ഞു, വിറച്ചു. പുലി ഒറ്റച്ചാട്ടം. ആട്ടിൻകുട്ടി പുലിയുടെ വായിൽ. അയ്യോ പാവ ആട്ടിൻകുട്ടി. ആയിഷയ്ക്ക് പുലിയെ പേടിയുണ്ടോ? പേടിയുണ്ടോന്നാ വര വന്നിട്ട് വയ്യ. പണ്ട് ഞങ്ങൾ ഈ ദ്വീപിലെത്തിയത് ഓടത്തിലാണ്. കാറ്റിന്റെ ഗതിയനുസരിച്ച് എത്തുമ്പോ എത്തി. ജീവൻ പണയം വെച്ചായിരുന്നു യാത്ര. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് കപ്പൽ ഇവിടെ എത്താം. ചിലപ്പോൾ 10-15 ദിവസം കണ്ണെത്താത്ത കടലിൽ എത്തും പിടിയുമില്ലാതെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മാഷ് വീട് എവിടെയാ? മെയിൻലാൻഡിൽ, തൃശ്ശൂർ അടുത്ത്. മാഷ് ഞങ്ങളുടെ ഇല്ലത്ത് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇന്നെങ്കിലും വരണം. തീർച്ചയായും. ദ്വീപുകാർ അതിഥി സൽക്കാര പ്രിയരാണ്. നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമാണ്. അതാ വരുന്നു ഇവിടുത്തെ ഖാസി. എന്താ മാഷ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ഇദ്ദേഹം പുതുതായി മാറി വന്ന അധ്യാപകനാണ്. പേര് ചന്ദ്രൻ. നമ്മുടെ കുട്ടികളൊക്കെ നന്നായി പഠിപ്പിക്കുന്ന മാഷേ. നമ്മുടെ ദ്വീപിൽ സൗകര്യങ്ങളൊക്കെ അല്പം കുറവാണ്. സ്ഥിതിഗതികൾ മാറി വരുന്നുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയണം. വരട്ടെ. എന്തിനാ എപ്പോഴും ഇങ്ങനെ കരയണത്? മരിച്ചു പോയവരാരും തിരിച്ചു വരൂല. നിങ്ങൾക്കത് പറയാം. ഞാനാണ് എന്റെ സത്തോറിന് 10 മാസം ചൊന്ന് പെറ്റത്. ഇക്കത് അറിയില്ലാന്ന് എന്റെ വിചാരം. ഇന്ത്യ മൂത്ത മോനാണ്. എത്ര കാലം കഴിച്ചാലും അവരെ മറക്കാൻ കഴിയും. 1 കൊല്ലം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് മടങ്ങി വരാനുള്ള യാത്ര പറഞ്ഞ് കപ്പലിൽ കയറിയത്. അത്രയും വിധിച്ചിട്ടുള്ളൂ. പടച്ചോ തന്ന് പടച്ചോ തന്നെ. എന്തിനാ ഉമ്മ കരയണത്? കാട്ടാനും ഓർത്തു. കപ്പലിൽ സെയിലറായി പോയി. പോകുമ്പോ എന്തൊക്കെ കൊണ്ടുവരാന്നാ പറഞ്ഞത്? പോറിൻ ചെരുപ്പ്, പോറിൻ വാച്ച്, പോറിൻ കൊട, പോറിൻ കുപ്പായം, ഒക്കെ പോറിൻ. പള്ളിശ്ശേരിയിലെ മൂസ കപ്പലിൽ വന്നപ്പോ കാണേണ്ടതാണ്. എന്തൊക്കെ സാധനങ്ങൾ! അവന്റെ ഒരു പവർ, അവന്റെ ഒരു ജബർദസ്തി. നിങ്ങളുടെ സ്കൂളിൽ പുതിയൊരു മാഷ് വന്നിട്ടുണ്ട്. അതിന് ഞങ്ങളൊക്കെ ദ്വീപ് വിട്ടു പോണം. വേണ്ട പാപ്പ, മാഷ് ഒരുപാട് കഥ പറയും, പാട്ട് പാടും, പടം വരയ്ക്കും. താത്ത നല്ല മൊഞ്ചുള്ള മാഷ. എന്തൊക്കെ പറഞ്ഞു കാണട്ടെ. ആനന്റെ, പുലിന്റെ, 7 കുതിരയെ പൂട്ടിയ തേരിന്റെ കഥ മാഷിനെ എല്ലാ കുട്ടികളും വിളിക്കുന്നു. ഐഷു, മാഷിന് എനിക്കും കഥകൾ പറഞ്ഞു തരുമോ? മാഷിന് പെരുത്ത ഇഷ്ടാ. ഞാൻ മാഷ നമ്മളുടെ ഇല്ലത്തേക്ക് കൊണ്ടുവരട്ടെ പാപ്പ? അനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ ഉമ്മ? മോളെ മാഷല്ലേ, വിളിക്കേ കൊണ്ടുവരേ സൽക്കരിക്കേ എന്ത് വേണമെങ്കിലും അയക്കോ. വിളിച്ചിട്ട് വായിച്ചു. എനിക്കും മാഷെ ഒന്ന് കാണാലോ. ഞാൻ വിളിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാം. നിങ്ങളുടെ ഒരു വലിയ സൽക്കാരും കരയെന്ന് പറഞ്ഞ 1 മാസം ആയുസ് സൽക്കരിക്കാണ്ട് കിട്ടുന്നില്ല. നിങ്ങളൊന്നും മിണ്ടായിരിക്കും, കുട്ടികളുടെ പൂരിയല്ലേ. ഞങ്ങളെ അല്പം റമ്മി കളിക്കാൻ പോവുകയാണ്. ചന്ദ്രൻ വരുന്നോ? ഇല്ല, ഞാൻ ചീട്ട് കളിക്കുന്നില്ല. ചന്ദ്രന്റെ മനസ്സ് എപ്പോഴും വീട്ടിലും നാട്ടിലുമാണ്. ഇത്രയും ദൂരത്ത് ആദ്യമായിട്ടല്ലേ ദ്വീപിലെ മനുഷ്യരെയും ഇഷ്ടപ്പെട്ടു വരുന്നു. അല്പം സമയം എടുക്കുന്നത്. മിസ്റ്റർ ചന്ദ്രൻ, ഈ ഷർട്ട് ഇന്നത്തേക്ക് ഞാനിടുന്നു. ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കണം.
പ്രിയപ്പെട്ട അച്ഛന് ഞാനിവിടെ സസുഖം എത്തിച്ചേർന്നു. ജോലിയിൽ പ്രവേശിച്ചു. കപ്പൽ യാത്ര ആദ്യമാണെങ്കിലും സന്തോഷകരമായിരുന്നു. ആദ്യം മനം മടുപ്പിക്കുന്ന ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ കൊച്ചു ഭൂപ്രദേശവും ഇവിടുത്തെ നല്ലവരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ ഇവരുമായി എനിക്ക് അലിഞ്ഞു ചേരാൻ വലിയ വിഷമം തോന്നുന്നില്ല. 8 കിലോമീറ്റർ നീളവും 600 മീറ്റർ വീതിയുമുള്ള ഈ ദ്വീപിലെ ജനസംഖ്യ 6000-ന് താഴെയാണ്. ഇവിടെയുള്ള ജനങ്ങൾ 100% ഇസ്ലാം മതവിശ്വാസികളാണ്. ദ്വീപിന്റെ പകുതി ഭാഗവും വിജനമാണ്. ശാന്തരും സമാധാനപ്രേമികളുമായ ഒരു കൂട്ടം മനുഷ്യരുടെ വിഹാരരംഗം. പട്ടികളില്ലാത്ത നാട്. കാട്ടുമൃഗങ്ങളോ വിഷജന്തുക്കളോ ഇവിടെയില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ലൈറ്റ് ഹൗസ് കപ്പലുകൾക്ക് വഴികാട്ടിയായി നിലനിൽക്കും. സ്ത്രീയുടാധിപത്യമാണിവിടെ. കടലിനോട് മല്ലിട്ട് മീൻപിടുത്തവുമായി കഴിയുന്ന പുരുഷന്മാർ. അലയാഴിയുടെ മടിത്തട്ടിൽ അമ്മാനമാടി കളിക്കുന്ന അവരുടെ നൗകകൾ. മത്സ്യബന്ധനം കൊണ്ട് അവർ നല്ല വരുമാനം ഉണ്ടാക്കുന്നു. ഊണാമത്സ്യം കൊണ്ട് അവരുണ്ടാക്കുന്ന മാസ് സ്വാദുള്ള ഒരു ഉൽപ്പന്നമാണ്. വിദേശ വിപണിയിൽ അതിന് നല്ല മാർക്കറ്റുണ്ട്. നല്ല ശുചിത്വബോധമുള്ള ജനത. കരകൗശലത്തിൽ അഗ്രഗണ്യരാണിവർ. കരയോട് തൊട്ടുകിടക്കുന്ന ലഗൂൺ നയനാഭിരാമമാണ്. തെങ്ങ് ഇവരുടെയും കൽപ്പക വൃക്ഷമാണ്. നല്ലതരം തെങ്ങിന് ലക്ഷദ്വീപ് പ്രസിദ്ധമാണല്ലോ. മാസ്റ്ററെ കാണണമെന്നും പരിചയപ്പെടണമെന്നും വിചാരിച്ചിരിക്കുക. മാസ്റ്റർക്ക് ഒരുപാട് കഥകൾ അറിയാന്ന് ഐഷ പറഞ്ഞു. ആരാണ് ഐഷ? കൊയ്ഫ്. കൊയഫോ? ആ കൊയ്ഫ്. മാസ്റ്റർക്ക് മഹൽ അറിയോ? ഇല്ല, പഠിച്ചു വരാ. ആ കൊയ്ഫ് എന്ന് പറഞ്ഞാല് എന്റെ അനുശക്തിയാ ഐഷ. പേര്? ഇന്ത്യ ബക്രു തക്രു ഫാൻ. മാസ്റ്റർ ഐഷക്ക് ആനിന്റെ പുലിന്റെ പെരുത്ത് കഥകൾ പറഞ്ഞു കൊടുത്ത് എനിക്കും പറഞ്ഞു തരുമോ? ധാരാളം. ബക്രു സ്കൂളിൽ പഠിച്ചില്ലേ? ഇല്ല. ബക്രുവിനെ പോലെയുള്ളവരെ ഞാൻ മലയാളവും ഇംഗ്ലീഷും പഠിപ്പിക്കും. ഈ ദ്വീപിൽ വിദ്യാഭ്യാസമില്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. മാസ്റ്റർ ഞങ്ങളുടെ ഇല്ലത്ത് വരുമോ? വരാമല്ലോ. ഏതാ വീട്? പാടാപ്പള്ളിന്റെ അടുത്ത്. ആരൊക്കെയുണ്ട്? ബാഫു, അമ്മു, ഐഷു, ആമിനു. നാളെ വരാം. മാസ്റ്റർ നമുക്ക് നാളെ കാണാം. ബക്രോ, ബക്രോ. ഉമ്മാ, ഉമ്മാ, മാഷ് വന്നു. പാപ്പാ, മാഷ് വന്നു. ഇരിക്കും മാഷിനെ. ഇവിടെ നീ പോയി കാപ്പി ഉണ്ടോ?
നല്ലത് തോന്നി. ആരാണ് ഈ സത്താർ? എന്റെ മോൻ ഓനൊരു സെയിലറായിട്ട് കപ്പലിൽ പോയി. പിന്നെ ഒരു കമ്പിയാണ് വന്നത്, വെള്ളത്തിൽ വീണ് മരിച്ചു. അങ്ങോട്ടോ കഴിക്കും മാഷേ. കഴിക്കേ. നമ്മടെ മോനാ പക്കുറു. ആ എനിക്കറിയാം. ഓനൊരു സൂക്കേടുകാരനാ, സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പൊ പാപ്പന്റെ കൂടെ കരലേ പോവുക. ഭാഷ എന്നെ പഠിപ്പിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടല്ല. മക്കളെ ഞാൻ പഠിപ്പിക്കും. ഇതെന്റെ മൂത്ത മോള് ആമിനും. ഓള് 9 വരെ സ്കൂളിൽ പോയി. പിന്നെ തുന്നല് പഠിക്കാൻ അവൾക്ക് ഇഷ്ടം. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, ചേച്ചി, അമ്മ ചെറുപ്പത്തില് മരിച്ചു. പിന്നെ നിക്കാഹ് കഴിച്ചിട്ടില്ല. ആ ദ്വീപില് കരയിലെ പോലത്തെ വലിയ സൗകര്യമൊന്നും ഉണ്ടാവൂല. എന്നാലും മാഷ ഒന്നിനും വിഷമിക്കണ്ട. മാഷയുടെയും വീടാണ് കൂട്ടിക്കോടി. എന്റെ മോനെ കാണാത്ത സങ്കടം തീരാൻ എന്നും ഇവിടെ വരണം. ആമിനു നിക്കാമിനു. ആമിനു, ഇസ്മയിലാണ് വിളിക്കുന്നത്. കപ്പലിൽ നിനക്ക് കയറാൻ കുറെ സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ സമ്മാനം എനിക്ക് വേണം. ആമിന, വേണ്ട. ആമിന നിക്ക്. വേണ്ട. പടോത്തി ആദമിന്റെ മോനുണ്ടല്ല ഇസ്മായില്, നമ്മുടെ ആമയും നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്ര കൊടുക്ക, ഓനക്ക് ബറാബർ സ്വത്തുണ്ട്. ഓൻ സീമന്നാ, കപ്പലിലാവും ഓന് ജോലി. നമ്മണി ബരായുണ്ട്. അതിന് ആമിനും കൂടെ ഇഷ്ടം വേണ്ടേ? എന്താണ് പാപ്പ ഇഷ്ടം വേണ്ടെന്ന് പറയണേ? ഇജ്ജെന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് പന്റെ പാട്ടിലും. കാറ്റത്തെത്തും 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 മഴ വെള്ളം മഴ മഴ വെള്ളം മഴ മഴ വെള്ളം മുറ്റം മുക്കും മഴ വെള്ളം മഴ വെള്ളം മഴ വെള്ളം. ഇനി തെറ്റിച്ചാൽ മാറ്റം അടിക്കുവോ? പഠിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുക്കണം. അയ്യോ എന്റെ കൈ എന്തു പറ്റി? പൊള്ളി. ഓ സാരമില്ല.